അങ്ങനെ ഈ സീസണിലെ മികച്ച ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിട്ടുള്ള പട്ട ഗേൾസ് ഫ്രണ്ട്ഷിപ്പ് കോംബോ പൊളിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമായിരുന്നു അത്. എന്തായാലും പൊളിഞ്ഞപ്പോ ഒരു വിഷമമുണ്ട്. പേഴ്സണലി ഒരു വിഷമം തോന്നും നമുക്ക്. മാത്രം അത് വിഷമം തോന്നാൻ കാരണം അത്രയ്ക്ക് കരച്ചിലായിരുന്നു ഇവര് മൂന്നുപേരും തമ്മില്. കിച്ചണിലുണ്ടായൊരു പ്രശ്നം, ആ കിച്ചണിലുണ്ടായൊരു പ്രശ്നം പറഞ്ഞു തീർക്കാന്നുള്ളൊരു പ്രശ്നം മാത്രം. പക്ഷെ അത് ഇങ്ങനെ വഷളായി അത് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ആയി മാറും. നമ്മൾ ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി പോകുന്ന തരത്തിലുള്ള ബ്ലാസ്റ്റ് ആയി മാറുമെന്ന് ഉള്ളൊരു വിചാരം നമുക്കില്ലായിരുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസം അനിമോക്ക് കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് അനിമോളെ കർമ്മ എന്നുള്ള കാര്യം തിരിച്ചടിച്ചിട്ടുണ്ട്. കർമ്മ വേറെ ആരുടെ അല്ല, അക്ബറിന്റെ കർമ്മ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മെയിൻ വിഷയമൊന്നുമില്ല, ആ ചോറ് എന്ന കർമ്മയാണ് അനുമോക്ക് തിരിച്ചടിച്ചത്. മാത്രമല്ല ഇവിടെ അനീഷ് ഇപ്പൊ ഫേവറിറ്റിസം കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട്. അനിമോളോട് അനീഷ് ഒരു ഫേവറിറ്റിസം ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇത് അനുമോക്ക് ഗുണമാവോ ദോഷമാവോ, അനീഷിന് ഗുണമാവോ ദോഷമാവോ, നമുക്ക് റിവ്യൂ ചെയ്യാം ഇന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ഇന്ന് പറയത്തക്ക മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പട്ടാ ഗേൾസിന്റെ ഈ ഒരു വഴക്കാണ്, ഈ ഒരു കണ്ടന്റാണ്, പിണക്കമാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് അത് പോകെ നല്ല രസമായിരുന്നെങ്കിലും പിന്നീടായപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ എനിക്ക് നല്ല വിഷമം തോന്നി. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് അല്ല, ഇതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലെന്ന് ഇന്നത്തോടെ പൂർണ്ണമായിട്ട് ബോധ്യമായി. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിനൊരൊറ്റ തെളിവേ ഉള്ളൂ, ഇവര് കരഞ്ഞത്. എസ്പെഷ്യലി ആദില കരഞ്ഞത്. ആദില എന്ന് പറയുമ്പം ആദില അത്ര എന്നുവെച്ചാൽ ഈ നൂറയായിട്ട് പിരിഞ്ഞ ആ മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്കിൽ പോലും ആദില കരഞ്ഞിട്ടില്ല. ഈ അനുമോളുമായിട്ട് ഫൈറ്റ് ഉണ്ടായപ്പം ആദില എന്തായത് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിൽ എന്ന് വെച്ചാൽ കണ്ണീര് വറ്റിപ്പോകുന്ന രീതിയിലുള്ള ഒരു കരച്ചിൽ എന്ന് വേണം പറയാൻ. അങ്ങനത്തെ ഒരു കരച്ചിലായിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ല, അത് റിയൽ ആണെന്ന് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. ഇതിൽ ഫേക്ക് എന്ന് പറയുന്നവരുണ്ടായി, അവർ പറഞ്ഞോട്ടെ. ബട്ട് ഓൾവേസ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ റിയൽ ആണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര ഒരു മനസ്സിന് ഇത്ര ഒരു ഭാരം ഉണ്ടാവില്ല. ഇവിടെ അനുമോളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയാം, ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയാം. രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ എന്നിവര് പറയുന്നുണ്ട്. പക്ഷെ അത് പിരിഞ്ഞുപോയി. ഇപ്പം അനിമോക്ക് അവിടെ സപ്പോർട്ടായിട്ട് ഇപ്പം നിൽക്കുന്നത് അനീഷാണ്. അനീഷ് നല്ല രീതിക്ക് അനിമോക്ക് ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട് കേട്ടോ. അനിമോക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അനീഷ് ഇപ്പൊ അനിമോളെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ഷാനവാസിനെ പോലും ഇപ്പൊ നോക്കുന്നില്ല. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നത് നെവിന്റെ അക്ബറിന്റെ പ്രാക്ക് പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് ഓബിയസ്ലി പ്രത്യേകിച്ച് അക്ബറിന് ഓബിയസ്ലി ഉണ്ട്. അപ്പം ഇന്ന് എന്താ നടന്നതെന്ന് വെച്ചാൽ മെയിൻലി ഇന്ന് സാബുമാനെ നെവിൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ശരിക്കും സാബുമാനെ നല്ലപോലെ എക്സ്പോസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ടാസ്കിനിടയിൽ നടന്നൊരു കാര്യമാണ്. പക്ഷെ നെവിൻ അവിടെ പറയുന്നുണ്ട്, ഇത് തുടക്കം പറയാം. നെവിൻ അവിടെ ബീൻ ബാഗ് ഇരുന്ന് പട്ടാ ഗേൾസിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറങ്ങണം, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നത് ജന്മത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തില്ല. അപ്പൊ അനുമോള് പറയുന്നത് ആ ബെഡിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, അപ്പൊ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താം, എന്നാലും ഞാൻ ഒറ്റപ്പെടുത്തില്ലെന്ന് ആദില പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നെവിനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവിടെ നടക്കാതെ ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി പറഞ്ഞ് തമ്മിൽ അടിയുണ്ടാക്കിക്കുന്ന നാരദരാണ് സാബുമാൻ. അങ്ങനെയാണ് പറഞ്ഞത്, നാരദനാണ് സാബുമാൻ എന്ന് പറയുന്നുണ്ട്. ശേഷം സാബുമാൻ സത്യം പറഞ്ഞ നല്ല പോലെ കൊണ്ടു. ഇതൊരു മോർണിംഗ് ആക്ടിവിറ്റി എന്തോ ആയിരുന്നു. പക്ഷെ സാബുമാൻ നല്ലതുപോലെ ഇത് കൊണ്ടിച്ചുണ്ടായിരുന്നു. സാബുമാനാണെങ്കിൽ നെവിനുമായിട്ട് വഴക്കല്ല, ഒരു വാക്കേറ്റുമല്ല, സംസാരം ഉണ്ടാവുന്നുണ്ട്. നീ ഇവിടുന്ന് പുറത്ത് വന്നിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് നിനക്ക് ഫിസിക്കൽ അഗ്രഷൻ ചെയ്യണോ അടിയടാ, അതാകുമ്പോ നീ ഇവിടുന്ന് വിറ്റായി പോവില്ല, അടിയടാ എന്ന് പറഞ്ഞ ഇവൻ തിരിച്ച് ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് സാബുമാൻ എന്ത് ചെയ്യണം, ബോക്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു പൊസിഷനും ഫൈറ്റും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്.
എന്താ അതൊക്കെ കാണുമ്പം നെവിനും അക്ബറും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് അവിടെ നിന്ന്. ആൻഡ് ഇത് ഇപ്പൊ ഇതാണ് മെയിൻ ആദ്യം നടന്ന സംഭവം. ഇനിയാണ് കിച്ചണിലെ സംഭവം നടക്കുന്നത്. അതായത് ജലദോഷം പിടിച്ച് അതായത് ഉച്ചഭക്ഷണം വിളമ്പുകയാണ്. ഉച്ചഭക്ഷണം വിളമ്പുന്ന സമയത്ത് അറിയാലോ അനുമോളാണ് വിളമ്പുന്നത്. അപ്പം ഉറപ്പായിട്ടൊരു കണ്ടന്റ് ഉണ്ടാവും. അനുമോള് വിളമ്പുന്ന സമയത്ത് സാബുമാൻ എന്തോ കറി കൂടുതൽ ചോദിച്ചു. എടാ ഈ സാബുമാന്റെ വ്ളോഗ് അല്ല റീൽസ് കണ്ടവർക്ക് അറിയാം, ഫുഡ് വ്ളോഗ്സ് കണ്ടവർക്ക് അറിയാം, സാബുമാൻ ചോറ് കുറച്ചേ കഴിക്കൂ. ഈ ബാക്കി കറികൾ കൂടുതൽ എടുക്കുകയും ചെയ്യും സാബുമാൻ. അത് നിങ്ങൾ ആ സാബുമാന്റെ ഉച്ചക്കത്തെ മീൽസ് ഇതാണെന്ന് പറഞ്ഞുള്ള സാബുമാന്റെ റീൽസും ഷോർട്സും നോക്കിയാൽ കാണാം. സാബുമാൻ അങ്ങനെ ചോറ് കുറച്ച് കഴിയും. അപ്പം കൂടുതൽ കറി ആവശ്യപ്പെട്ടു. ഇതാണ് മെയിൻലി തുടക്കം. അതായത് സാബുമാൻ കറി കൂടുതൽ ചോദിച്ചതിന് എന്താണ് മെയിൻ തുടക്കം. അതായത് ഇപ്പം അതല്ല സോറി കേട്ടോ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. മെയിൻലി നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചോറ് ഒരുപാടായിപ്പോയി. ചോറ് ഇട്ടത് എനിക്ക് ആദിലാണ് ചോറിന് അരി ഇട്ടത്. അപ്പം ഇതെന്ത് ചെയ്തു, ചോറ് ഒരുപാടായിപ്പോയി. അപ്പൊ ചോറ് കൂടുതൽ കൊടുത്തിട്ട് കറി ഇവർക്ക് കുറച്ച് കൊടുക്കാതാണ് അനുമോള് പറഞ്ഞത്. ബാക്കി കറി ഉണ്ടെങ്കിൽ അത് രണ്ടാമത് ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ കൊടുക്കാം എന്നാണ് അനുമോള് പറയുന്നത്. അപ്പം ബാക്കി ആദിലെ ബാക്കിയുള്ളവരും പറഞ്ഞു ഒരു ബൗളിൽ കറി എടുത്തു. കറി എന്ന് പറഞ്ഞാൽ പയർ തോരനാണ്, പിന്നെ ഓംലേറ്റും ഉണ്ട്. അപ്പം ഒരു ബൗളിൽ ഇങ്ങനെ പയർ തോരൻ എടുത്ത് എല്ലാവർക്കും ഒരേ സെയിം ക്വാണ്ടിറ്റി കൊടുക്കുക. അപ്പം അനുമോള് പറയുന്നത് അത് പറ്റില്ല, ചോറ് ബാക്കി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് ചോറ് ബാക്കി വരുന്നത് ഭയങ്കര ടെൻഷനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു കേസില് എന്തായി, അവിടെ ഇതിന്റെ പേരിലാണ് ഈ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലെല്ലാവരും അനീഷ് ഒഴികെയുള്ള എല്ലാവരും അനുമോൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ആദിലയും അനുവും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവുന്നത്. അത് അങ്ങോട്ട് പറച്ചില്ല ഇങ്ങോട്ട് പറച്ചില്ല, ഈ ഡ്രാമ മറ്റ് വാക്കുകളൊക്കെ വന്നു തുടങ്ങി. പാത്രങ്ങൾ തമ്മിൽ പിടിയും വലിയുമായി. അങ്ങനത്തെ ഒരു ഇതായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദിലയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ആദില കിച്ചണിൽ പണിയെടുക്കുന്നില്ല, സാബുമാനും കിച്ചണിൽ പണിയെടുക്കുന്നില്ല. ഇന്ന് അനുമോള് പറയുന്നത് അനീഷാണെന്ന് കിച്ചണിൽ സഹായിച്ചു കൊടുത്തെന്നാണ് അനുമോള് പറയുന്നത്. ഇവര് പണിയെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ തന്നെ അനുമോള് വന്ന് ആദിലനെ വിളിക്കുന്നുണ്ട്. അതായത് സവാള അരിഞ്ഞു വെക്കുന്ന പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആദിലേക്ക് പോവാൻ മടിയായിരുന്നു. നൂറ പറഞ്ഞിട്ടാണ് പിന്നെ ആദില പോകുന്നത്. ശരിക്കും ആദില കറക്റ്റ്ലി കിച്ചണിൽ കയറുന്നില്ല. അപ്പൊ പണി അത്ര അനുമോളാണ് ചെയ്യുന്നത്. അപ്പം ആദിലയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് മാത്രമല്ല അനുമോക്ക് ഇത്തിരി എന്നിട്ട് ആദില പറഞ്ഞു നീ ഓംലെറ്റ് ഉണ്ടാക്കി ഞാൻ വിളമ്പി കൊടുക്കാതെ. അപ്പൊ അനുമോള് പറഞ്ഞു, അനുമോക്ക് അവിടെ പിടിവാശിയായി, ഞാൻ വിളമ്പി കൊടുക്കാം, ഞാനല്ലേ ഉണ്ടാക്കിയത്, അപ്പൊ ഞാൻ വിളമ്പി കൊടുക്കാം, നീ ഓംലെറ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് അനുമോളുടെ പിടിവാശിയും കുറ്റമാണ്. ആദിലേക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തൂടെ? രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു വൻ ഫൈറ്റിലോട്ട് മാറിയത്. വൻ ഫൈറ്റ് എന്ന് പറയുമ്പം വീട്ടിൽ അനീഷ് ഒഴികെ സകലമായ ആൾക്കാരും അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയുകയാണ്. ഇതിലിപ്പോ അനീഷ് ആണെങ്കിൽ അനുമോക്ക് സപ്പോർട്ടായി വരുന്നത് സാബുമാന്റെ പ്ലേറ്റില് കറി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അനുമോള് കരയുന്നുണ്ട്. അനുമോളെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പോൾ ക്യാമറ സ്പേസ്, സ്ക്രീൻ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് അനുമോളെ കളിയാക്കുന്നുണ്ട് ആദിലയും ഒക്കെ. ആൻഡ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അക്ബർ തിരിച്ചടിച്ചു. അതായത് ഒബ്വിയസ്ലി അക്ബർ തിരിച്ചടിക്കും. കാരണം അക്ബർ ആദ്യമേ വന്ന് ചോറ് നോക്കി. ചോറ് കണ്ടമാനമുണ്ട്. ഇന്നലെ ഇതിന്റെ പേരിലല്ലേ ലാലേട്ടന്റെ മുമ്പിൽ ഞങ്ങളെ വന്ന് ഷോ തുറന്ന് കാണിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണമെന്ന് അക്ബർ തിരിച്ചു പറഞ്ഞ് അക്ബർ അവിടെ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് അക്ബറിന്റെ ഗോള് തന്നെയാണ്. കാരണം അക്ബറിന്റെ കിട്ടിയ അവസരം അക്ബർ നല്ലപോലെ മുതലാക്കിയിട്ടുണ്ട്. മാത്രമല്ല കർമ്മയാണ്. തീർച്ചയായിട്ടും ഇന്ന് അനുമോക്ക് നല്ലപോലെ കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റൂല. കഴിഞ്ഞ കാണിച്ച ഈ ചോറിന്റെ കേസായാലും എല്ലാത്തിന്റെ കേസായാലും അനുമോക്ക് നല്ലപോലെ കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇന്ന് ശരിക്കുമാണ് ഒറ്റപ്പെട്ടു. സീരിയസ്ലി അനുമോൾ ഇന്ന് അവിടെ ശരിക്കും റിയലി അനുമോൾ ഇന്ന് അവിടെ ഒറ്റപ്പെട്ടു തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഊണിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇതിന് അനുമോളെ ഒരിടത്തു നിന്ന് കഴിക്കുന്നില്ല. എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുക അനുമോള എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, ഒരിടത്ത് ഇരുന്ന് കഴിക്കുന്നില്ല, ഇരുന്ന് കരച്ചിലും. അപ്പൊ അത് അവിടെ കഴിയണം. എന്തിനു ശേഷം അതിലേട് നൂറേട് വലുതായിട്ട് മിണ്ടുന്നില്ല. ഇതിന് ശേഷം ടാസ്ക് തുടങ്ങിയാണ്. ടാസ്ക് എന്ന് പറയുന്നത് ക്യാഷ് മേള എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അതിൽ 3 ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്താണ്, ഈ ഒരു
ഒരു എന്താ പറയാ ഒരു ഫാൻ കാണും. ആ ഫാനിൽ 9 എന്തോ പൈസ എഴുതിയിട്ടുള്ള ഗ്ലാസ് ഇട്ടിരിക്കും. ഈ ഗ്ലാസ്സിലേക്ക് ബോൾ ബൗൺസ് ചെയ്ത് വീഴ്ത്തുക. ഇതാണ് ടാസ്ക്. അപ്പൊ ഒരു ടാസ്കിൽ 50,000 5,000 രൂപ വെച്ച് 15,000 രൂപ വരെ കിട്ടും. 50,000 രൂപ വരെ കിട്ടും. ഇങ്ങനെയാണ് ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്ത് ഷാനവാസും അക്ബറും അനുമോളും ആണ്. ഷാനവാസിന് 25,000, അക്ബറിന് 25,000, അനുമോക്ക് 25,000. ഇങ്ങനെയാണ് എമൗണ്ട് കിട്ടുന്നത്. ഇതിനുശേഷം അനുമോക്ക് കൺഗ്രാറ്റ്സ് പറയാൻ പോകുമ്പോൾ അനുമോക്ക് ആദില കൺഗ്രാറ്റ്സ് പറയാൻ പോകുമ്പോൾ ആദില മൈൻഡ് ചെയ്യുന്നില്ല. അനുമോൾക്ക് ആദില കൺഗ്രാറ്റ്സ് പറയാൻ പോകുമ്പോൾ അനുമോള് മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോവാണ്. അപ്പൊ മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ കളിയാക്കിക്കൊണ്ട് തന്നെ പോകുന്നത്. ശരിക്കും പറഞ്ഞ ആ സമയത്തൊന്ന് മിണ്ടാവുന്ന നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവര് തമ്മിൽ മുമ്പ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇവര് മിണ്ടുമല്ലോ, അങ്ങനെ മിണ്ടി പോകുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ അനുമോൾ ഒട്ടും മിണ്ടുന്നില്ല. കാരണം അനുമോൾ ഇങ്ങനെ അതിലിങ്ങനെ പറഞ്ഞുകൊണ്ട് അനുമോൾ നിൽക്കുന്നത്. അപ്പൊ അനുമോൾ ഒട്ടും മിണ്ടുന്നില്ല. അനുമോൾ അത്യത്തിൽ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, അടുത്തൊന്ന് മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഇതിനുശേഷം ഈ അനുമോൾ അക്ബർ ബാക്കി വന്ന ചോറ് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നത് ഞാനല്ല ഉണ്ടാക്കിയ സാബുമാനാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാബുമാൻ പറയുന്നുണ്ട്, അക്ബർ പോയി ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്നത് ഇത് ഞാനല്ല ഉണ്ടാക്കിയത് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അനുമോളോട് പോയി ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം രണ്ടാമത്തെ ടാസ്ക് ആണ്. ഇതില് കുഴിപ്പണം എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അതിൽ ഹോളിട്ട ഒരു വെയിലൂടെ പോയിട്ട് ഗ്ലാസിനകത്ത് ബോൾ ഇടുന്ന ടാസ്ക് ആണ്. അങ്ങനെ ഈ ടാസ്കിലൂടെ അനീഷും അക്ബറും സാബുമാനുമാണ് സ്കോർ ചെയ്യുന്നത്. അനീഷിന് 10,000 രൂപയും അക്ബറിന് 20,000 രൂപയും സാബുവിന് 10,000 രൂപയും ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇനിയാണ് ഇവരുടെ പിണക്കം എന്നുള്ളത് ഒരു ബ്രേക്കപ്പിലോട്ട് പോകുന്നത്. അതായത് ഇതിൽ വെസൽ ടീമില് അനുമോള് പാത്രം കഴുകില്ല. അപ്പം വെസൽ ടീമിൽ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ വെസലാണ് ഇതിൽ കഴുകേണ്ടത്. ഉച്ചക്കത്തെ വെസല് ശരിക്കും പറഞ്ഞാൽ അനുമോൾ കുക്കിംഗ് ടീം ആയിരുന്നല്ലോ. അപ്പൊ അനുമോള് വച്ച വെസലാണ്. അപ്പം ആ സമയത്ത് വെസൽ ടീമിനുണ്ടായിരുന്നത് നെവിനും അക്ബറുമാണ് കഴുകേണ്ടതെന്നാണ് അനുമോളുടെ അവകാശവാദം. അപ്പം അനുമോളത് കഴുകാൻ കൂട്ടാകുന്നില്ല. അപ്പൊ അക്ബറിനോട് അക്ബർ കഴുകുക. അപ്പൊ അക്ബർ പറയുന്നത് 1/4 ഭാഗം പാത്രവും ഞാനാണ് കഴുകിയത്. അനുമോക്ക് കഴിവായിരുന്നു, അനുമോളാണ് കഴുകേണ്ടത്. അപ്പം 1/4 ഭാഗം പാത്രം ഞാൻ കഴുകാം. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി, അനുമോൾ എനിക്കിനി കിച്ചണിൽ വർക്ക് ചെയ്യാൻ വേണ്ടത് പറഞ്ഞ് ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് അനുമോൾ ഇട്ടിച്ചു പോകുമ്പോൾ നൂറ് എന്ത് ചെയ്യാണ്, നെവിനെ കിച്ചൺ ടീമിലേക്ക് ഇട്ട് വെസല് അനുമോളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്യാപ്റ്റൻ അക്ബർ തന്നെയാണ്. അപ്പം ഈ സമയത്ത് വെസൽ ടീമിൽ നിന്ന് അനുമോള് പാത്രം കഴുകാൻ തുടങ്ങില്ല. ഈ സമയത്ത് ആ നൂറ ഉടഞ്ഞ PR വിഷയം, ഈ നൂറ ദേശത്തിൽ ഉടഞ്ഞ PR വിഷയം എടുത്തിടുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യമില്ല. കാരണം ഇങ്ങനെ കഴുകാതിരിക്കുമ്പോ PR കാര്യം മാസം എന്നും പറഞ്ഞ് എടുത്ത് ഇതിടുകയായിരിക്കും. എന്നിട്ട് PRന്റെ പേര് പറഞ്ഞ അക്ബറും നൂറയും എല്ലാരും മിക്കവരും എല്ലാം അനുമോളെ കളിയാക്കുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് അനുവും നൂറയും തമ്മിൽ നല്ല വഴക്കാവുന്നുണ്ട്. ഇതിന് എല്ലാവരും അനുവിന്റെ PR എന്നും പറഞ്ഞുകൊണ്ട് PRന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് എന്നും പറഞ്ഞ് അനുമോളെ കളിയാക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ അനുവും നൂറയും കൂടെ ഭയങ്കര വഴക്കാവുന്നു. ഈ വഴക്കിന് ശേഷം ഈ PRന്റെ കാര്യം പറയുമ്പോൾ അനുമോള് തിരിച്ച് നൂറയുടെ കാര്യം പറഞ്ഞ ഫൈനൽ 5 കയറി തന്നെ അഹങ്കാരമാണ് നൂറയ്ക്ക്, തലക്കനാണ് നൂറയ്ക്ക് എന്ന് പറഞ്ഞ് അനുമോള് തിരിച്ചും പറയുന്നുണ്ട് നൂറേനെ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അനുമോള് നേരെ ഇറങ്ങി പോവാണ്. നേരെ നമ്മുടെ മാരുതി സുസുക്കിയുടെ കോർണറിലോട്ട് പോവാണ്. അവിടെ പോയി ഇരുന്നിട്ട് മാരുതി സുസുക്കിയുടെ മൈജിയുടെ കോർണറിൽ പോവാണ്. മൈജിയുടെ കോർണറിൽ പോയി ഇരുന്നിട്ട് ഇതിന്റെ പുറകെ നൂറയും ആദിലയും കൂടെ പോവാണ്. നൂറയും ആദിലയും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടെ അങ്ങ് പോവാണ്. പോയിട്ട് ഇവര് തമ്മിൽ ആദില, നൂറ, അനുമോൾ ഇവര് തമ്മിൽ ഭയങ്കര വഴക്കാവുന്നുണ്ട്. ആൻഡ് വാക്കേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വഴക്കിന് ആസ്പദമായുള്ള കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ആദില അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എന്തൊക്കെ പൊട്ടിക്കരയാണ്, നീ ഇന്നത് പറഞ്ഞെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്.
ആൻഡ് നൂറയും കരയുന്നു, നൂറയും വിഷമിക്കുന്നുണ്ട്. നിന്റെ മുഖം ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അനുമോളെ പറയുന്നുണ്ട്. നിങ്ങളെ എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് അനുവും തിരിച്ചു പറയുന്നു. അങ്ങനെ അവരെ 3 പേരും ഫ്രണ്ട്ഷിപ്പ് പറയാണ്. ഞാൻ ഇപ്പൊ ശൈത്യനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്, കാരണം ശൈത്യ എന്ന് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ആദിലും തിരിച്ചു പറയുന്നുണ്ട്. അനുമോളാണെങ്കിൽ ഒരു കുലുക്കം ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. പിന്നീട് അനീഷ് ഒന്ന് കാര്യം ചോദിക്കുമ്പം അനീഷിനോട് കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് ഇവിടെ പറയാൻ പറ്റാത്ത രഹസ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതില് പല കാര്യങ്ങളും ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞ അനുമോളും കരയുന്നുണ്ട്. ഇതിന്റെ ഇപ്പുറത്ത് നിന്ന് അനൂറയും ആദിനെയും കൂടെ ഇത് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ പേഴ്സണലി എനിക്ക് വിഷമമായി. കാരണം ഇവര് പട്ടാ ഗേൾസ് ആണ്, ആൾക്കാർക്ക് ഇഷ്ടമല്ല, അധികം പുറത്ത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഇവർ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി വിഷമം തോന്നി. എനിക്ക് സന്തോഷമൊന്നും അല്ല തോന്നിയത്, എനിക്ക് നല്ല വിഷമമാണ് തോന്നി. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നൂറയും ആദിലയും തമ്മില് നൂറെ ആദിലയും അനുമോളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അനുമോള് തിരിച്ചങ്ങോട്ട് വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അനുമോൾക്ക് ഇടയ്ക്ക് പറയുന്നൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ അവിടെ തകർന്ന വീതിയാണ്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇതിനുശേഷം അടുത്ത ടാസ്ക് വരെയാണ്. ടാസ്ക് 3 എന്തോന്നാണ്, വട്ടപ്പണം എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അതിൽ നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ കാണുമല്ലോ, ഇങ്ങനെ റിങ് കഴിഞ്ഞ് സാധനം ക്യാച്ച് ചെയ്യുന്നത്, അതേ സംഭവം തന്നെയാണ്. അപ്പൊ ഇതില് ഷാനവാസും അനീഷ് 2500 രൂപ സ്കോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ അനുമോളെ അനീഷ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതിനുശേഷം നൂറ മീറ്റിംഗ് വിളിക്കുകയാണ്. ഈ മീറ്റിംഗിൽ നൂറ എല്ലാവരും കൂടെ, അനീഷ് ഒഴികെയുള്ള എല്ലാവരും കൂടെ അനുമോളെ ഏറെ കയറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. അനുമോളെ കൊന്നു വെക്കുകയാണ് സീരിയസ്ലി. കാരണം അവിടെ വരുന്ന കിച്ചണിൽ വരുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അതിനാണെങ്കിൽ ഈ കള്ളി അല്ലെങ്കിൽ ഈ നുണച്ചി എന്നൊക്കെ പറഞ്ഞ് അനുമോളെ പറയുന്നുണ്ട്. കുത്തി തന്നെയാണ് അനുമോളെ പറയുന്നത്. കാരണം അതിലേക്ക് അത്രത്തോളം വേദന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നൂറയും പറയുന്നുണ്ട്, ഒരുപാട് എല്ലാവരും പറയുന്നുണ്ട്. അവിടെ അക്ബർ എല്ലാവരും പറയുന്നുണ്ട്. കാരണം അക്ബറിനൊക്കെ വീണ് കിട്ടിയ അവസരമാണല്ലോ. അപ്പം എല്ലാവരും കുത്തിയാണ് അനുമോളെ പറയുന്നത്. അനുമോള് എണീച്ച് പോവാണ്. എന്നിട്ട് ഇവർ റിങ്ങിലൂടെ വീട്ടിയ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അനുമോള് അവിടെ ഇല്ല. അപ്പൊ അനുമോൾക്ക് കൊടുക്കാൻ നൂറയും തയ്യാറാവുന്നില്ല. ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. ഇവിടെ അനീഷ് ഷാനവാസിന് ഇടയ്ക്ക് വഴക്കാവുന്നുണ്ട്. സത്യം പറഞ്ഞ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്ന് പറയുന്നത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെയുണ്ട്, ഒരു പേജ് വരെയുണ്ട് ഇവരുടെ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞൊരു കോംബോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഇപ്പൊ തകർന്നു പോയിരിക്കുകയാണ്. ഇനി ഇവര് കൂട്ടിച്ചേരുമെന്ന് അറിയില്ല. മിക്കവാറും ഈ എവിക്ഷൻ സമയത്ത് വല്ലതും കൂട്ടിച്ചേരുമായിരിക്കും. അല്ലാതെ ഇവരിനി കൂട്ടിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇനി അനുമോക്ക് ഇത് ശരിക്കും അനുമോൾ ഇവിടെ നല്ലപോലെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അനുമോൾ ഇവര് 3 പേര് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് അനുമോക്ക് നല്ലതിനാവോ ദോഷത്തിനാവോ നമുക്കറിയില്ല, അത് കണ്ടു തന്നെ അറിയണം. മാത്രമല്ല അനുമോൾ ഇനി ഒറ്റപ്പെട്ട ഗെയിം എടുക്കുകയാണെങ്കിൽ അത് അനുമോക്ക് തന്നെ യൂസ്ഫുൾ ആവാനും വിനയാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം ഇവർ ഒറ്റപ്പെട്ട ഗെയിം എടുക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇവർ രണ്ടുപേരും കളിക്കാൻ പോകുന്നത്. അതായത് ഇനി അനുമോൾക്കെതിരെയായിട്ട് ഇവിടെ ഗെയിം കളിക്കുമായിരിക്കും. ആദിലയും നൂറയും ഇനി ഗെയിം കളിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ഇവരുടെ കോംബോ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോംബോ നല്ലൊരു കോംബോ ആയിരുന്നു. അതായത് ആ ഫ്രണ്ട്ഷിപ്പ് കോംബോ നല്ലൊരു, ഇവര് 3 പേരുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ നല്ലൊരു കോംബോ ആയിരുന്നു. മുമ്പൊന്നും ഗേൾസിന് ഇങ്ങനത്തെ ഒരു കോംബോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു വെറൈറ്റി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ തകർന്നുപോയി. മാത്രമല്ല ഇതിപ്പം അനീഷ് ഇപ്പൊ ഫേവറിറ്റീസ് ആയിട്ട് നിൽപ്പുണ്ട്. ഇവരുടെ 3 പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷെ അത് പറഞ്ഞു തിരുത്തി അവര് ഫ്രണ്ട്സ് ആവുമായിരുന്നു. പക്ഷെ ഈ ഒരു അവസാന നിമിഷം എനിക്ക് തോന്നുന്നു അനുമോൾ ഈ ഒരു അവസാനത്തെ നിമിഷത്തില് കല ഉടച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ കല ഉടയ്ക്കുന്നില്ലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും ഇവര് 3 പേർക്ക് നല്ല വിഷമമുണ്ട്. അനുമോക്കും ആദിലേക്കും നല്ല വിഷമമുണ്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പോയതില്. നോക്കാം ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവര് തമ്മിലുള്ള വഴക്ക് ഇനി മൂർച്ഛിക്കോ അതോ എന്തായിരിക്കും അടുത്ത എപ്പിസോഡ് നടക്കാൻ പോകുന്നത്, ഇനി അടുത്ത ടാസ്ക് എന്തായിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിക്കുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.